ഇസാക്കാം. ഓക്കെ, കേറി. ഇസ്ലാം എവറിത്തിങ് ഇസ് ബ്യൂട്ടി എന്ന് പറഞ്ഞ പോലെ ഈ ബ്യൂട്ടിയിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളും ഓക്കെ ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ, പക്ഷെ നമ്മുടെ കൂടെയുള്ള ഒരു നാരായണനും ഒരു തോമസ് ചേട്ടനും സാർക്ക് എക്സാമ്പിൾ, സാറിന്റെ കൂടെ ഒരു നാരായണനും തോമസ് ചേട്ടൻ, അത് സർക്കാർ മനസ്സ് എത്രയും വൈറ്റ്ഫുൾ ആണ്, അതുപോലെ തന്നെ അവരെ മനസ്സും വൈറ്റ് ആണെന്ന് ഇക്ക മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു, ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പോണത് നേരെ നരകത്തിലേക്കാണ്. അപ്പൊ അവരെ ഇക്കാക്ക് എത്രത്തോളം കൺവിൻസ് ആക്കാൻ പറ്റും, അത് അവിടെ അള്ള നേരിട്ട് ഒന്നും പറയാൻ പറ്റില്ല, അള്ള ഒന്നും ചെയ്യില്ല. അവിടെ ഇക്കാക്കെ മാത്രമേ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ, അവരാ ആഫ്റ്റർ ലൈഫിൽ അവർക്കൊരു ന്യൂ ലൈഫ് കൊടുക്കാനായിട്ട്. ഒക്കെ മനസ്സിലായോ? ഓക്കെ, അതായത് മറ്റു ചില ആൾക്കാർ ഈ അതായത് ഇസ്ലാം മത വിശ്വാസികളുടെ മറ്റു ചില ആൾക്കാർക്ക് നമ്മൾ ക്ലിയർ ആണ്, ഓക്കെ ബ്യൂട്ടി ആണ്, ഓക്കെ പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇസ്ലാം മതം എല്ലാത്തും ഇഷ്ടം പോലെ മതത്തിൽ നിന്ന് പറയാത്ത പല നല്ല മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാവാം. പക്ഷെ അവരൊക്കെ നമ്മുടെ ഇസ്ലാം മതം നോക്കുകയാണെങ്കിൽ അവരൊക്കെ എല്ലാം നമുക്കറിയാം എത്ര വലിയ മഹാത്മാഗാന്ധി ആണെങ്കിലും അവര് നരകത്തിലാണ്, അല്ലെ? ആ ഒരു തിയറി ഞാൻ ചോദിച്ചോളൂ. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ അതായത് ഒരു സെക്കൻഡ് കട്ടയല്ല, എന്റെ മോള് ഇവിടെ ടെന്നീസ് കളിച്ചോണ്ടിരിക്കുക. നിങ്ങൾ കേൾക്കണേ മോളെ, മഹാത്മാഗാന്ധി നരകത്തിൽ പോകുന്ന എന്തുകൊണ്ട് പറ, ശരിക്കും പറ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല, അള്ളാന്റെ സ്വർഗത്തിൽ പോകാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. കേട്ടോ, ഉത്തരം മനസ്സിലായ? ഹലോ, എന്റെ മോള് പറഞ്ഞാണ്. അതായത് മോള് പറയുന്ന വെച്ചാല് സത്യം കണ്ടെത്താൻ ആൾക്ക് ആഗ്രഹമില്ല എന്നാണോ? അതായത് ഞാൻ ചോദിക്കട്ടെ, പ്ലാനറ്റ് അങ്ങനൊന്നുമില്ല. പ്ലാനറ്റ് അതായത് അടിസ്ഥാനപരമായിട്ട് അത് ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടി പ്ലാനറ്റ് പഠിക്കാനുണ്ട്. ഇത് ഞാനല്ലേ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് തരേണ്ടി വരുന്നു. അപ്പൊ കാരണം നിങ്ങൾ ഡൗട്ട് അങ്ങനെയുള്ളതാണ്. നേർക്ക് നേരെ ഇതിന് ഉത്തരം പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധി, ഒരു ഉദാഹരണത്തിന് പറയാം. മഹാത്മാഗാന്ധി, മദർ തെരേസ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതായത് ഒരാൾക്ക് അയാളുടെ കർമ്മത്തിനനുസരിച്ചുള്ള സാധനം അല്ല കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ഒരു ഉദാഹരണത്തിന് ഇവിടെ ഞാനുണ്ട്, CT ഉണ്ട്, പ്ലാനറ്റ്. നമ്മൾ മൂന്നാളെ തന്നെ ഒരു എക്സാമ്പിൾ. ഞാൻ ഇവിടെ ഒരു എല്ലാ മനുഷ്യന്മാരും അല്ല, അത് അല്ല, ഞാൻ എന്റെ രീതിയിൽ ഞാൻ സംസാരിച്ചോട്ടെ. പ്ലാനറ്റ് വേണ്ട രീതിയിൽ പ്ലാനറ്റ് എടുത്തോളൂ. അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചോ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഞാനുണ്ട്, അതേപോലെ CT ഉണ്ട്, പ്ലാനറ്റ്. അല്ല, ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാം ആയി കഴിഞ്ഞാലേ സ്വർഗം കിട്ടും എന്ന് പറയുന്ന വിഷയത്തിലല്ല. അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ നമ്മൾ പറയും, സ്ട്രേറ്റ് ഫോർവേഡ്. നമ്മൾ വളച്ചേട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ ഇവിടെ CT ഉണ്ട്, ഞാനുണ്ട്, പ്ലാനറ്റ് ഉണ്ട്. ഒരു ഉദാഹരണത്തിന് ഞാനൊരു നന്മ ചെയ്യുന്നു. ഞാൻ നന്മ ചെയ്യുമ്പോൾ എന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ എന്റെ മനസ്സുഖമാണ് എന്റെ ഉദ്ദേശം. ഞാൻ കൊടുക്കുന്നു, ഞാനൊരു ദാനം ചെയ്യുന്ന ഒരു സംഭവം ചെയ്യുന്നത് എനിക്ക് മനസ്സുഖം വേണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്കത് കിട്ടുന്നു. CT ഒരു കാര്യം ചെയ്യുന്നു. CT ചെയ്യുമ്പോൾ പറഞ്ഞാൽ CT ആ ഒരു ദാനം ചെയ്യുമ്പോൾ CT കരുതുന്നത് അത് 4 ആൾ കണ്ടിട്ട് തന്നെ 4 ആൾ പൊക്കി പറയണം എന്നുള്ളത്. പ്ലാനറ്റ് ഒരു നന്മ ചെയ്യുന്നു. പ്ലാനറ്റ് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തിന്റെ അടുക്കുന്നുള്ള ഒരു പ്രതിഫലം വേണം. ഇത് മൂന്നും തരും എന്നോട്. ഞാൻ എന്താ ചോദിച്ച സാധനം എന്റെ മനസ്സുഖം എനിക്ക് തരുന്നുണ്ട്. മഹാത്മാഗാന്ധി എന്താണ് ചോദിച്ചത്? മഹാത്മാഗാന്ധി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്ത് ചോദിച്ചിട്ടില്ല. എനിക്ക് ദൈവത്തിന്റെ സ്വർഗം വേണമെന്ന് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിക്കാത്ത സാധനം കിട്ടൂല, അത്രേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഇസ്ലാമിൽ നീയത്ത് എന്ന് പറയുന്നത്. എന്താണ് നീയത്ത് എന്ന് പറയുന്നത്? അതിനോടുള്ള നമ്മുടെ ആഗ്രഹമാണ് ആ നീയത്ത് എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്കുള്ള ആഭിമുഖ്യമാണ്. അപ്പൊ CT ആഗ്രഹിച്ച എന്താണ്? 4 ആള് കാണണം എന്നുള്ളത്. ദൈവം അത് കാണിച്ചു കൊടുക്കും, 4 ആളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കും, അത് കൊടുക്കും. അതേപോലെ പ്ലാനറ്റ് അല്ല, അപ്പൊ ദൈവം എന്ന് വെച്ചാല് ചോദിച്ചാൽ മാത്രം കൊടുക്കൂ എന്നാണ് പറഞ്ഞു വരുന്നത്? അല്ല, ചോദിച്ചാൽ മാത്രം കൊടുക്കുന്നില്ല. അതൊരു സിസ്റ്റം വെച്ചിരിക്കുന്നത്. സിസ്റ്റം വെച്ചിട്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നാളത്തെ അടുത്ത മന്ത്രിസഭയിലെ ഇലക്ഷനിലേക്ക് പ്ലാനറ്റ് ജയിച്ചിട്ട് പോയിട്ട് പിറ്റേന്ന് തന്നെ മന്ത്രി കസേരയിൽ കയറിയിരിക്കാൻ പറ്റില്ല. അവിടെ ഒരു സത്യപ്രതിജ്ഞ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അത് ചെയ്യണം. അവിടെ ഒരു സത്യപ്രതിജ്ഞ അതില്ലെങ്കിൽ അപ്പൊ ഒരാൾ ചോദിക്കാം, എന്തിനാ എനിക്ക് സത്യപ്രതിജ്ഞ? ഞാൻ നേരിട്ട് പോയിട്ട് അവിടെ കയറി ഇരുന്നിട്ട് ഞാൻ എന്റെ പണിയെ തുടങ്ങിയാൽ പോരാ? ഞാൻ എന്തിനാ? പ്രോട്ടോകോൾ എന്തിനാണ്? ഇതൊരു പ്രോട്ടോകോൾ ആണ്. ആ പ്രോട്ടോകോൾ എന്താണ്? അതായത് നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ദൈവത്തിനെ അംഗീകരിക്കേണ്ടത്. അതായത് ദൈവത്തിനെ അംഗീകരിക്കില്ല, പക്ഷെ ദൈവത്തിന്റെ സ്വർഗ്ഗം എനിക്ക് വേണമെന്ന് പറയുന്നത് എന്തിനാ? ദൈവത്തിനെ അംഗീകരിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സ്വർഗം വേണമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അവര് വേറെ ഏതോ ഒരു സാധനത്തിനെ കണ്ടിട്ട് അതാണ് സ്വർഗം എന്ന് കരുതുന്നു. അപ്പൊ അവരവിടെയല്ല പ്രതീക്ഷിക്കുന്നത്. അത് അവിടെ കിട്ടൂല എന്നുള്ള അവർ ബോധ്യപ്പെടണ്ടേ? ഇപ്പൊ ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി ഹേ റാം എന്ന് വിളിച്ചിട്ട് പോയ വ്യക്തിയാണ്. ഞാനൊരു ഉദാഹരണത്തിന് പറയാം, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. ഹേ റാം എന്ന് പറയും. ഇപ്പൊ ഈ ആരാണ് ദൈവം എന്നുള്ളത് അദ്ദേഹം പഠിക്കാത്ത ഒരാളൊന്നുമല്ലല്ലോ.
ദൈവം എന്ന് പറയുന്ന ഏതൊരു വ്യക്തിക്കും, പ്ലാനറ്റിനായാലും ആത്മാഗതിക്കായാലും മദർ തെരേസയ്ക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അദ്ദേഹം മനസ്സിലാക്കേണ്ട വിഷയം? അദ്ദേഹം ഖുർആനൊന്നും പഠിക്കണ്ട, ഖുർആനൊന്നും അദ്ദേഹം പഠിക്കണ്ട. അദ്ദേഹം ഉപനിഷത്തുകളിലെയോ അതിലേക്ക് ഏകം സത് വിപ്രാഹ, എല്ലാ ഹിന്ദുവിനും അറിയുന്ന ഒരു വചനാണ് ഏകം സത് വിപ്രാഹ ബഹുധാവദന്തി. ദൈവം ഒന്ന് മാത്രമേ, അതായത് ദൈവത്തിന് പല പേരിൽ വിളിച്ചാലും ദൈവം ഒന്ന് മാത്രമേ, ഏകം ബ്രഹ്മം, ദൈവം ഒന്നാണ്, ദ്വിതീയനസ്തേ, രണ്ടാമതില്ല, നനസ്തേനക്കിഞ്ഞ രണ്ടാമതൊരു തുള്ളി പോലുമില്ല. പിന്നെന്താണ്? യച്ചുശാന പശ്യതി ഏന ചശംശി പശ്യതി തദൈവ ബ്രഹ്മത്വം വിധി നേതം യതിതം ഉപാസതേ. യച്ചുശാന പശ്യതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നിങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്, ഏന എന്നാൽ, ചശംശി പശ്യതി നിങ്ങളുടെ കണ്ണിന് കാഴ്ചശക്തി തന്നത് ഏതോ, തദൈവ ബ്രഹ്മത്വം വിധി അതാണ് ദൈവം എന്നറിയുക, നേതം യതിതം ഉപാസതേ. അതിനല്ലാത്തൊന്നിനെയും നീ ഉപാസിക്കുകയോ ഭജിക്കുകയോ ചെയ്യരുത്. അന്ധം തമ പ്രവിശന്തിയെ സമ്പൂതി ഉപാസതേ. ദൈവത്തെ അല്ലാതെ ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഘോരമായ അന്ധകാരത്തിൽ പോയി വീഴും. ദൈവത്തെ അല്ലാതെ ആരാധിക്കുന്നവർ ഘോരമായ അന്ധകാരത്തിൽ പോയി വീഴും. ഇനി മദർ തെരേസന്റെ വിഷയത്തിൽ ഒന്നാ യേശു ക്രിസ്തുവിനോട് വന്നിട്ട് ചെയ്യുന്നത് കൽപ്പനയിൽ വെച്ച്, മുഖ്യ കൽപ്പന 7 മാർക്കോസിന്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിലെ 29-ാമത്തെ വചനം എന്താ പറയുന്നത്? ഇതിലെ മുഖ്യ കൽപ്പന ഏത്? അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞു, ഇസ്രായേലർ കേൾക്ക, ക്ഷമ ഇസ്രായേൽ, നിങ്ങൾ കേൾക്ക, ക്ഷമ ഇസ്രായേൽ, അഡോണായി എലോഹിം അഡോണായി അഹദ്, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. യേശു ക്രിസ്തു പറഞ്ഞു കൊടുക്കുക. യേശു ക്രിസ്തു പറയും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഇതിന്റെ അടുത്ത വചനം എന്താണെന്നറിയോ? അവനെ, യേശു ക്രിസ്തു എന്നെ എന്നല്ല പറയുന്നത്, അവനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിച്ച് ആരാധിക്കുക. ആരെ? അവനെ. എന്നിട്ട് അടുത്ത കൽപ്പന എന്താ? കൽപ്പനകൾ അനുസരിക്കുക, അതേ രീതിയിൽ ജീവിക്കാന്ന്, അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാന്ന്. ഇതെല്ലാവരുടെ അടുത്തും ഉണ്ട്. ഈ സാധനത്തിന് വിഭിന്നമായിട്ടൊരാള്, ഞാൻ ചോദിക്കട്ടെ, പ്ലാനറ്റ് ഇപ്പോ അഗ്നോസ്റ്റിക് ആണെന്ന് പറഞ്ഞ അന്വേഷണം നടത്തുന്നില്ലേ? ഈ അന്വേഷണം നടത്തലാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്മളെ ഒരാൾക്കാരുടെയും തൊഴില്. അല്ലാതെ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ബിസിനസ് കെട്ടിപ്പടുക്കലും വലിയ കാർ എടുത്തിട്ട് ഓടലും നമ്മൾ അതിന് പറയലും ഓടലും, ഇതൊന്നും അല്ല. അത് പോകുന്നവർക്ക് അത് കിട്ടും, അതിൽ പോകുന്നവർക്ക് അത് കിട്ടും. അനേക കോടി സഹസ്രായിരങ്ങളിൽ ആയിരങ്ങൾ മാത്രമേ, ഭഗവത്ഗീത വചന, അനേക കോടി സഹസ്രായിരങ്ങളിൽ ആയിരങ്ങൾ മാത്രമേ സത്യം അന്വേഷിക്കുകയുള്ളൂ. എന്നിട്ടോ സത്യത്തിൽ എത്തുന്നതോ ആ 1000-ൽ 1 മാത്രമേ സത്യത്തിൽ എത്തുള്ളൂ. അത്രയും പ്രയാസമാണ്. അതേ ഭഗവത്ഗീതയുടെ 7-ാം അധ്യായത്തിന്റെ ജ്ഞാനയോഗത്തിലെ 7-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനം എന്താണ്? അതായത് ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഈശ്വരരായ ദേവാദികളെ, ഈശ്വരനല്ലാത്ത ദേവാദികളെ മനുഷ്യൻ ആരാധിക്കില്ല എന്നാണ്. അപ്പോ മനുഷ്യൻ ദൈവത്തെ അല്ലാതെ വേർന്നില്ലെങ്കിൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവന് വേർന്നെങ്കിൽ ഭൗതികമായ ഗുണമുണ്ട് എന്നാണ്. അപ്പൊ ഈ സ്വാഭാവികമായിട്ട് ഇത് അവരവരെ അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇനി അതുമല്ല, ഇനി ഇതൊന്നും മനസ്സിലായിട്ടില്ല, വേദഗ്രന്ഥങ്ങളൊന്നും ഒരു മനുഷ്യൻ പഠിച്ചില്ല. ഒരു ഉദാഹരണത്തിന് പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അതായത് ഒരു വ്യക്തി പോയിട്ട് ഒരു വിഗ്രഹത്തിന് മുമ്പിൽ, കല്ലിന്റെ മുമ്പിൽ, പാമ്പിന്റെ മുമ്പിൽ, എലിന്റെ മുമ്പിൽ, പൂച്ചന്റെ മുമ്പിൽ, ഏതെങ്കിലും ഗണപതിന്റെ മുമ്പിൽ, ഒരു മനുഷ്യ ദൈവത്തിന് മുന്നിൽ അവിടെ പോയി നിന്ന് അവൻ അവിടെ പോയി എന്റെ വിസ ശരിയാക്കി തരണം, എനിക്ക് പ്രയാസങ്ങളുണ്ട്, എന്റെ രോഗം മാറ്റി തരാൻ വേണ്ടാണ് നിങ്ങളുടെ ഇത് അനുഗ്രഹം വേണം, അല്ലെങ്കിൽ ഗണപതി എന്റെ അസുഖം മാറ്റി തരണേ, എലി എന്റെ അസുഖം മാറ്റി തരണേ, ഗണപതിയുടെ വാഹനമേ എന്റെ അസുഖം മാറ്റി തരണേ, അല്ലെങ്കിൽ മാതാവേ എന്റെ അസുഖം മാറ്റി തരണേ എന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ ആ പറയുന്നവന് തന്നെ ബോധമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ, എന്നാൽ എനിക്ക് വായുവും വെള്ളവും വെളിച്ചവും തരുന്നതൊന്നും ഈ പറഞ്ഞതിന് മുമ്പിലിരിക്കുന്ന കല്ലല്ല, ഈ ഇരിക്കുന്ന ആളല്ല, സത്യസായി ബാവയല്ല. സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ ഹെൽമെറ്റും ബാറ്റും എടുത്തിട്ട് നേരെ മേലേക്ക് നോക്കും, അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. നേരെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകുന്ന സത്യസായി ബാബുവിന്റെ അടുത്താ, എന്നിട്ട് അവിടെ പോയി വണങ്ങും. അപ്പോ ആ ഹൃദയത്തിൽ നിന്ന് വന്നതാണ് അത് മേലെ. ഇത് ഈ അറിവ് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലേക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിലുണ്ട്. അതാണ് നമ്മൾ ആദ്യം CT സംസാരിച്ചു വരുമ്പോൾ പറഞ്ഞത്, എന്താ ഈ പ്രപഞ്ചത്തിന് പിറകിൽ ഒരു ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെയാ. അതിൽ എലി വരില്ല, ഈ പ്രപഞ്ചത്തിന് പിറകിൽ ഒരു ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെയാ. അതിൽ എലി വരില്ല, പൂച്ച വരില്ല, അതൊന്നും വരില്ല. പിന്നെ അതിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ വെച്ചാൽ മറ്റേതിനൊന്നും ആരാധനക്ക് അർഹത ഇല്ലാത്തതുകൊണ്ടാണ് അതിനെ മാത്രം ആരാധിക്കാൻ പറയുന്നത്. ഉദാഹരണം അർഹത വേണ്ട. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ കയറി പോകുന്ന സമയത്ത് എന്റെ മകളുണ്ട്, എന്റെ മാതാവുണ്ട്, എന്റെ ഭാര്യയുണ്ട്. എന്റെ ഭാര്യയോട് ചെയ്യുന്നതിന്റെ അർഹത എന്റെ മാതാവിനില്ല. എന്റെ ഭാര്യയോട് ചെയ്യേണ്ട വിഷയത്തിന് എന്റെ മകൾക്കോ എന്റെ സഹോദരിക്കോ മാതാവിന് അർഹതയിലെടുത്ത ആ സാധനം കൊടുക്കേണ്ടത്. അതല്ലാതെ തെറ്റിക്കുന്നത് കൊണ്ടാണ്, അഹങ്കാരം കാണിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് അവരവരുടെ മിസ്റ്റേക്കാണ്. പിന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാള് ആഗ്രഹിക്കാത്ത ഒരു കാര്യം, ഇപ്പൊ മഹാത്മാഗാന്ധി ആഗ്രഹിക്കാത്ത കാര്യം പ്ലാനറ്റ് എന്തിനും മഹാത്മാഗാന്ധിക്ക് ആഗ്രഹിക്കേണ്ട കാര്യമുള്ളൂ? അദ്ദേഹം അള്ളാഹുവിന്റെ സ്വർഗ്ഗം അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ്? ഇനി അദ്ദേഹത്തിന് മുഹമ്മദ് നബിയെ കുറിച്ച് അറിയില്ലേ? അദ്ദേഹം ഖുർആൻ പഠിച്ച വ്യക്തിയല്ലേ, അദ്ദേഹം വേദങ്ങൾ പഠിച്ച വ്യക്തിയല്ലേ, പിന്നെ അയാൾ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അത് നമ്മൾ ഇനി അതിന്റെ ബാക്കി കാര്യം അറിയണമെങ്കിൽ നമ്മൾ ന്യായവിധി ദിവസം യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ കണ്ണ് പാപത്തിന് ഏതുവായാൽ ചൂടിനെടുത്ത് ദൂരെ കളയുക, നിങ്ങളുടെ കൈകളും കാലുകളും പാപത്തിന് വെട്ടി ദൂരെ കളയുക. നിങ്ങൾ 2 കൈയുള്ളവനും കാണുന്നുള്ളവനും കാലുള്ളവനുമായിട്ട് നരകത്തിൽ പ്രവേശിക്കുന്നത് നല്ലത്, ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ നരകത്തിൽ തീ കെടുന്നില്ല, ഒരു പുഴുവും ചാകുന്നുമില്ല. ഇതിനെ വിശുദ്ധ ഖുർആൻ സുമ്മലായ മുത്തുഫിയ വലാ യഹ്യ, അവിടെ ജീവിതമില്ല മരണമില്ല.
അത് എത്തുന്നതിന് മുമ്പ് ഒരു ന്യായവിധി ഉണ്ട്. എന്നിട്ട് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ പോകാഞ്ഞാൽ സത്യത്തിന്റെ ആത്മാവ് വരികയില്ല, അവൻ വന്നാൽ നിങ്ങളെ അവൻ സകല സത്യത്തിലും വഴി നടത്തും, അവൻ ഇത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധി നാളിനെ കുറിച്ചിട്ട് നിങ്ങളെ കുറിച്ച് പഠിപ്പിക്കും. അപ്പൊ ന്യായവിധി നാൾ എന്ന് പറയുന്ന ഒരു സാധനം വരാണ്ട്, മനുഷ്യരാ നമ്മൾ പറയും. ആ സാധനത്തിൽ വരുമ്പോ ഈ പറഞ്ഞിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ വിഷയത്തിൽ പ്ലാനറ്റിന് എന്ത് പ്രശ്നമുണ്ടോ എന്നുള്ളത് അവിടെ തെളിയിക്കപ്പെടും. പിന്നെ ഒരു വിഷയം, മഹാത്മാഗാന്ധി എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ല പ്ലാനറ്റ് നോക്കേണ്ടത്. ഞാൻ നോക്കേണ്ടത് എന്റെ ലൈഫ്, എന്റെ നിത്യജീവൻ ഞാൻ എങ്ങനെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് അവരവര് നോക്കേണ്ടത്. ഓക്കെയാണോ പ്ലാനറ്റ്? മഹാത്മാഗാന്ധി എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ല പ്ലാനറ്റ് നോക്കേണ്ടത്. ഞാൻ നോക്കേണ്ടത് എന്റെ ലൈഫ്, എന്റെ നിത്യജീവൻ ഞാൻ എങ്ങനെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് അവരവര് നോക്കേണ്ടത്. ഓക്കെയാണോ പ്ലാനറ്റ്? ഓക്കെ. മഹാത്മാഗാന്ധി ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. മഹാത്മാനെ അത്ര ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? സംഭവം മനസ്സിലായോ? ക്ലിയർ ആയോ? എനിക്ക് മനസ്സിലായി. കാരണം പറഞ്ഞ വെച്ചാല് എന്തോരം നന്മ ചെയ്താൽ പോലും ഒരു വ്യക്തിക്ക് അത് സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം അതിനെ ആഗ്രഹിച്ചാൽ മാത്രം ആ ഒരു കോൺസെപ്റ്റ് അവിടെ ലഭിക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഇപ്പൊ ഭൂമിയിൽ നോർമലാണ് യുക്തി വെച്ചാൽ എത്ര സത്യസന്ധനായാൽ പോലും അതിപ്പോ ഒന്നും ആഗ്രഹിക്കാണ്ടും ഒരു സാധാരണ ഒരു മനുഷ്യ സമൂഹത്തില് ഒരു വ്യക്തികളോടുള്ള ഒരു സ്നേഹം മൂലം അവനെവിടെ എത്ര നന്മ ചെയ്താൽ പോലും അവന് ആ പ്രതിഫലം ഭൂമിയിൽ ലഭിച്ചേക്കാം. പക്ഷെ ആഫ്റ്റർ ലൈഫ് അവനൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു ഗോഡ് അവനിൽ കൊടുക്കണമെങ്കിൽ അവൻ ആദ്യം സത്യത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അത് ആഗ്രഹിച്ചുകൊണ്ട് അവനക്കത് കിട്ടുള്ളൂ എന്ന് തീരുമാനിക്കുന്ന സർക്കാർ പറഞ്ഞോളൂ. ലോജിക് മനസ്സിലായോ? പ്ലാനറ്റിന് എന്തുകൊണ്ടാണ് മനസ്സിലായോ? ഓക്കെ, തീർച്ചയായിട്ടും മനസ്സിലായി. ലോജിക് മനസ്സിലായി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അല്ല, നിന്നോട് അതായത് ഇത് എന്തുകൊണ്ടെന്നറിയോ പ്ലാനറ്റിന് മനസ്സിലാവുന്നത്? പ്ലാനറ്റ് ഒരു അഗ്നോസ്റ്റിക്, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. അതേസമയത്ത് തർക്കിക്കാനും അതേപോലെ എന്താന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വളഞ്ഞു പിടിച്ച് മൂർക്ക് പിടിച്ചിട്ട് ആൾക്കാരെ ചുറ്റിക്കാനുള്ള ഉദ്ദേശം യഥാർത്ഥത്തിൽ പ്ലാനറ്റില്ല. പ്ലാനറ്റ് ഇനിയും പഠിക്കൂ, ഇനിയും സംശയങ്ങൾ വരട്ടെ, സംസാരിക്കൂ, നമ്മൾ സംസാരിക്കാം. ഈ പ്ലാനറ്റ് ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം 12 വർഷം മുമ്പ് ചോദിച്ച വ്യക്തിയാണ് ഞാൻ. പ്ലാനറ്റ് ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ 12 വർഷം മുമ്പ് നിരന്തരം ഞാൻ ചോദിക്കുകയും നിരന്തരം അന്വേഷണം നടത്തുകയും ഞാൻ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുകയും ഞാൻ തന്നെ റെഫറൻസ് എടുക്കുകയും ഞാൻ തന്നെ പല ആൾക്കാരെ കാണുകയും പഠിക്കുകയൊക്കെ ചെയ്ത വിഷയമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സിമ്പിൾ ആയിട്ട്, എനിക്ക് ഈസി ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇതൊക്കെ ഉണ്ടായിരുന്ന ഞാനും നമ്മളൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ ഒരു സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഫുള്ള് കൺഫ്യൂസ്